ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് അല്പനേരം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. മുകളിലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ശൗൽ രാജാവ് മരിച്ച ശേഷം ശൗലിൻ്റെ മകനായ ഈശ്ബോശെത്ത് രാജാവാകാനായിട്ട് മുമ്പിലേക്ക് വരിക. നിയമപ്രകാരം വരുവാണെങ്കിൽ ശൗലിൻ്റെ മകൻ ഈശ്ബോശെത്ത് വേണം ഈ രാജസ്ഥാനം ഏൽക്കാൻ. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, നിനക്ക് രാജസ്ഥാനം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് യഹൂദയിലെ രാജാവായി മാറി. അത് 2 ശമൂവേൽ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. വായിക്കണ്ട, 8 മുതലും 10 ഒക്കെ വാക്യത്തിലുണ്ട്. വായിച്ച് കേൾക്കണമെന്നില്ല. പ്രാർത്ഥനയോടെ ഇരുന്നാൽ അതിനകത്തുള്ള സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ദാവീദ് രാജാവായപ്പം ഈ 2 ഗ്രഹങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടക്കുക. രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ആര് രാജാവാകണമെന്നുള്ളൊരു യുദ്ധം അവിടെ നടക്കുക. ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പം മനുഷ്യനും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. സ്തോത്രം. ദൈവമക്കളും പിശാചും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. ദൈവമക്കളും ദൈവാത്മാവും ദുരാത്മാവും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. കുടുംബങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. ഇവിടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്, 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. നിങ്ങൾക്കുള്ള സന്ദേശത്തിലേക്ക് വരാം. സാധാരണ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. ഒരു യുദ്ധം കഴിയുമ്പം ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. തോക്കുന്നയാൾ ശരിക്കും പാപ്പരായി. സ്തോത്രം. ജയിക്കുന്നയാൾ എന്നും ജയിച്ചു തന്നെ നിൽക്കും. ഇന്ത്യ യുദ്ധം ചെയ്തപ്പോ ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയുണ്ട്, യുദ്ധം ചെയ്യുമെന്ന് മനസ്സിലായി. ലോകപരമായ കാര്യമാണ് പറയും. എന്നാൽ ഇനി ബൈബിളിലെ യുദ്ധത്തിലോട്ട് വരിക. 2 ഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഒരുവന്റെ ബലം കൂടിക്കൂടിയും ഒരുവന്റെ ബലം ക്ഷയിച്ചും വന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുക, എങ്ങനെ യുദ്ധത്തിൽ ഒരുത്തന്റെ ബലം കൂടിക്കൂടി വരുന്നേ? പറയാം. ബൈബിൾ പഠിക്കുമ്പം ബലം പകരുന്നവൻ ദൈവമാണ്. സ്തോത്രം. ഒരു ജന്മം മുഴുവൻ യുദ്ധം ചെയ്താലും ഒരു ദൈവവൈദ്യന്റെ ബലം കുറയത്തില്ല, അവന്റെ ബലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാനൊരു ദൈവശബ്ദം കേട്ടാണ് ഈ ദൂതെടുത്തിരിക്കുന്നത്. വർഷങ്ങളായി ചില കുടുംബങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ് ഇന്നത്തെ പ്രാർത്ഥനയിൽ അവസാനിക്കണം. ദേശത്ത് നിർത്തത്തില്ലെന്നും പാർപ്പിക്കത്തില്ലെന്നും മുന്നോട്ട് വിടത്തില്ലെന്നും വർഷങ്ങളായി വാദിക്കുന്ന ചില വാദങ്ങളുടെ നടുവിൽ ചിലതൊക്കെ ക്ഷയിക്കുന്ന കാഴ്ച